അല്ല, ക്ഷേത്രത്തിലെ പരിപാടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് പോലും നിയമവിരുദ്ധമാണ്. കാരണം ഇതെല്ലാം കോളാമ്പി വെച്ചാണ് ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ കുറച്ച് കോളാമ്പികൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ചില സായിയായ മുസ്ലിം സമൂഹങ്ങൾ താമസിക്കുന്ന ആ പരിസരത്ത് കോളാമ്പി വെക്കുന്നുണ്ട്. അല്ല, കോളാമ്പി അല്ലെങ്കിൽ പോലും ഇത് പെർമിഷൻ ഇല്ലാതെ ഇത് ചെയ്യുന്നത് കുറ്റകരമാണ്. ഇവിടെ എല്ലാം ഭൂരിപക്ഷ ഹിന്ദു മേഖലയാണ്, ഹിന്ദു ക്ഷേത്രമാണ്. താങ്കൾ ക്രിസ്തീയ വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. താങ്കൾ ഇവിടെ വന്ന് എന്തുമാത്രം ഇതെന്താണ് ഇത്രയും ധൈര്യം, ഇത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ നിയമപരമായി പോരാടാൻ അങ്ങേക്ക് ഭയപ്പാടില്ലേ? എനിക്ക് ഭയമില്ല. കാരണം ഭയപ്പെട്ടാൽ നമ്മൾ മരണം വരെയും ഭയപ്പെടേണ്ടി വരും. കൊല്ലം ജില്ലയിലെ മുഖത്തല എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇവിടെ എല്ലാം ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. ഇപ്പോൾ കേരളത്തിൽ ഉത്സവത്തിൻ്റെ ഒരു സീസണാണ്, ഉത്സവം നടക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇവിടെ ഈ ഗ്രാമത്തിൽ ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നും മൈക്ക് വെക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ശബ്ദ മലിനീകരണമാണ് എന്നുള്ള ഒരു വാദവുമായിട്ട് ഈ അടുത്ത് ഇവിടെ വന്ന ഏതാണ്ട് കഴിഞ്ഞ 7 വർഷമായിട്ട് തൃശ്ശൂരിൽ സ്വദേശിയാണ് അദ്ദേഹം, ജനിച്ചു വളർന്ന തൃശ്ശൂരാണ്. ഇപ്പോൾ കൊല്ലത്ത് വന്ന് ഇവിടെ വന്ന് അദ്ദേഹം ഈ ശബ്ദ മലിനീകരണം കാരണം അതിനുവേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കുകയും ഇവിടുത്തെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഈ ശബ്ദ മലിനീകരണമായിട്ട് മൈക്ക് വെക്കാൻ പറ്റത്തില്ല. എന്താണ് ഇതിൻ്റെ അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങിയ ശ്രീ ഗീവർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനോട് ചോദിക്കാം, എന്താണ് അങ്ങനെ ഇങ്ങനെ ഒരു പൊതു താല്പര്യമായിട്ട് ഇറങ്ങാനുള്ള കാരണം? അല്ല, ഇത് തുടക്കത്തിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും അസഹ്യമായ രീതിയിൽ കൊളാമ്പി മൈക്കിലൂടെയുള്ള ശബ്ദമലിനീകരണമായിരുന്നു. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും എൻ്റെ ഉറക്കത്തിനും മാത്രമല്ല പരിസ്ഥിതിയുടെ തന്നെ ഒരു നാശത്തിനും അത് കാരണമാവുമെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനടുത്ത് ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ പോലീസ് അധികാരികളെ സമീപിച്ചപ്പോഴും അവരുടെ സമീപനവും തീരെ ആശാവഹമായിരുന്നില്ല. താങ്കൾ ജനിച്ചു വളർന്ന സ്ഥലം എവിടെയാണ്? ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പ്രദേശങ്ങളിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും ഒക്കെ ഇല്ലായിരുന്നു? അവിടെ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടെങ്കിലും ഈ വലിച്ചു കെട്ടി 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തിൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് വലിച്ചു കെട്ടിയിട്ടുള്ള പ്രകടനം അവിടെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് ഈ കൊല്ലത്ത് വന്ന് ഈ പ്രദേശത്ത് ഈ സ്ഥലം മേടിച്ച് വീട് വെക്കാൻ തീരുമാനിച്ചത്? ഞാൻ ബിസിനസ്സായിട്ട് വന്നതാണ്. ഇവിടെ ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണമല്ലോ. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ പരിസരത്തുണ്ടെന്നും ഇങ്ങനെയുള്ള മൈക്കും ഇങ്ങനെയുള്ള അസഹ്യമായ ശബ്ദമലിനീകരണം ഉണ്ടാകുമെന്ന് അറിയത്തില്ലായിരുന്നു? എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ്, ഞാനിവിടെ താമസം തുടങ്ങിയതിന് ശേഷമാണ് ഇത് അസഹ്യമായ രീതിയിൽ വന്നത്. തുടക്കത്തിൽ ഞാൻ 2019 ഇവിടെ താമസം തുടങ്ങിയത്. ആ സമയത്ത് കൊറോണയുടെ സമയമായതുകൊണ്ട് ഇവിടെ ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു തരത്തിലുള്ള ശബ്ദമലിനീകരണം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 2022-23 കാലഘട്ടത്തിലാണ് ഇത് അസഹനീയമായ രീതിയിൽ വർദ്ധിച്ചു വന്നതും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ പരിധി കടന്ന് ചിലപ്പോൾ അതിലും മേലേക്ക്. അപ്പോൾ താങ്കൾക്ക് ഇങ്ങനെ അസഹ്യമായ ഈ ശബ്ദം കൊണ്ട് ഇത് ഉറങ്ങാൻ പറ്റാതെ മറ്റ് ബുദ്ധിമുട്ട് വന്നപ്പോൾ താങ്കൾക്ക് ഇത് എങ്ങനെയാണ് മനസ്സിലായി? ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനൊരു നിയമമുണ്ട്, അത് ഏത് നിയമമാണെന്ന് മനസ്സിലായത് എങ്ങനെയാണ്? അല്ല, അത് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും, ആരാണ് ഇതിൻ്റെ പരാതിപ്പെടേണ്ട അധികാരികൾ. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയപ്പോൾ അത് പോലീസാണ് അതിൽ നടപടിയെടുക്കേണ്ട അധികാരികൾ. ഇപ്പോൾ നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ റൂൾസ് എന്ന് പറഞ്ഞിട്ട് 2000 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം തന്നെയുണ്ട്. ഏത് വർഷമാണ്? 2000 ആണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ശബ്ദമലിനീകരണത്തെക്കുറിച്ച്. അതെ. അപ്പോൾ അതിൽ പറയുന്നത്, അതിൻ്റെ 5(1) പറയുന്നത് പെർമിഷൻ ഇല്ലാതെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല. അതിന് 5(4) പറയുന്നത് പെർമിഷൻ ഉണ്ടെങ്കിൽ തന്നെയും ബിയോണ്ട് ദ ബൗണ്ടറി, അതായത് എവിടെയാണോ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നത്, അവരുടെ ബൗണ്ടറി കടന്ന് ശബ്ദം പോകാൻ പാടില്ല. ഇത് രണ്ടും ലംഘിച്ചുകൊണ്ടാണ് ഈ ആരാധനാലയങ്ങൾ പ്രത്യേകിച്ചും. അല്ല, ആദ്യം ഇങ്ങനെ പരാതിപ്പെട്ടപ്പോൾ പോലീസുകാർക്ക് ഇത്തരത്തിൽ അറിവുണ്ടായിരുന്നു പാർലമെൻറ്റിൽ പാസ്സാക്കിയതായിട്ട്? പിന്നെ പോലീസുകാർക്ക് അറിയാത്തൊരു പ്രശ്നമല്ല. ഈ മതവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അവർ സെൻസിറ്റീവ് വിഷയമാണെന്ന് പറഞ്ഞ് അത് നടപടിയെടുക്കാതെ ഡിസ്പോസ് ചെയ്ത് കളയുന്നൊരു സംവിധാനമായിരുന്നു അവർ ചെയ്തുകൊണ്ട്. അപ്പോൾ താങ്കൾ പരാതിപ്പെട്ടപ്പോൾ അതിനനുസരിച്ചൊരു പരിഹാരം കാണാത്തതുകൊണ്ടാണ് താങ്കൾ വീണ്ടും പഠിച്ച് അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് പോയത്? അതെ 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 അതെ, അങ്ങനെയാണ്. ഇപ്പോൾ താങ്കൾ ഉന്നയിക്കുന്ന എന്ന് പറഞ്ഞാൽ പല ക്ഷേത്രങ്ങളുടെ കവാടങ്ങൾക്ക് കുറച്ച് കിലോമീറ്റർ മുന്നായിട്ട് ആർച്ച് കെട്ടിവെക്കും. ഇപ്പം താങ്കൾ അതിനെതിരെയും ഒരു നടപടി സ്വീകരിക്കാനായിട്ടാണ് പോകുന്നത്. കാരണം ഈ ആർച്ച് ഇങ്ങനെ കെട്ടിവെക്കുന്നത് നിയമപരമല്ലെന്നാണ് താങ്കൾ പറയുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അതും ഒരിക്കലും ശരിയല്ലാത്തൊരു നടപടിയാണ്. അങ്ങനെയാണെങ്കിൽ പൊതുനിരത്തിൽ
ആർക്ക് വേണമെങ്കിലും ആർച്ച് കെട്ടാനും ബോർഡ് വയ്ക്കാനും സാധിക്കുമല്ലോ. അപ്പോൾ എനിക്കും വേണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുമല്ലോ. പക്ഷേ ഈ ആരാധനാലയങ്ങൾക്ക് നിയമപരമായി ഒരു തരത്തിലുള്ള ഒരു പ്രിവിലേജോ ഒന്നും തന്നെ സാധാരണ പൗരനിൽ നിന്ന് വ്യത്യസ്തമായിട്ടില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. താങ്കൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് കൊല്ലത്ത് ഇവിടെ ബന്ധുമിത്രാദികൾ ആരുമില്ല. ഈ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. ഇവിടെ മോസ്കുകൾ എന്ന് വെച്ചാൽ ഇസ്ലാം മതത്തിൻ്റെ മസ്ജിദുകൾ അധികമില്ല, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ മസ്ജിദുകളില്ല, ആകെയുള്ള ക്ഷേത്രങ്ങളാണ്. ഇവിടെ എല്ലാം ഭൂരിപക്ഷ ഹിന്ദു മേഖലയാണ്, ഹിന്ദു ക്ഷേത്രമാണ്. താങ്കൾ ക്രിസ്തീയ വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. താങ്കൾ ഇവിടെ വന്ന് എന്തുമാത്രം ഇതെന്താണ് ഇത്രയും ധൈര്യം, ഇത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ നിയമപരമായി പോരാടാൻ അങ്ങേക്ക് ഭയപ്പാടില്ല? എനിക്ക് ഭയമില്ല. കാരണം ഭയപ്പെട്ടാൽ നമ്മൾ മരണം വരെയും ഭയപ്പെടേണ്ടി വരും. അപ്പോൾ മരണം ഒരു തവണയേ ഉള്ളൂ. അത് ഭീരുക്കൾ പലവട്ടം മരിക്കുന്നു, ധീരന്മാർ ഒരിക്കലും എന്നാണ് ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അതെന്നെ വല്ലാതെ ആകർഷിച്ച ഒരു സെൻറ്റൻസാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ പലവിധ ക്ഷേത്രങ്ങളുണ്ട്. ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ 41 ദിവസം 51 ദിവസം ഈ തോറ്റംപാട്ടെന്ന് പറഞ്ഞ ഒരു ആരാധനയുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഈ തൊട്ടടുത്ത് ഇദ്ദേഹം താമസിക്കുന്നിടത്ത് ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ 50, 45, 35 ദിവസം ഈ തോറ്റംപാട്ട് കാരണം ഈ മൈക്ക് വെച്ച് കെട്ടും. ബാക്കിയുള്ള ക്ഷേത്രങ്ങൾക്ക് 5 ദിവസം 10 ദിവസങ്ങളാണ് ഈ ഉത്സവം നടക്കുന്നത്. അങ്ങനെ നിരവധി ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്. അതേ കണക്ക് തന്നെ നമ്മൾ പൊതുജനങ്ങൾ കേരളം അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ അഭിപ്രായമുണ്ട്. അതേ കണക്ക് അവർക്ക് നമുക്ക് പ്രവർത്തിക്കാൻ, നമുക്കുള്ള അഭിപ്രായം പറയാം. നമ്മുടെ നാട്ടിലെ ജനങ്ങളെടുത്ത് നമ്മുടെ സർക്കാരിനെക്കുറിച്ചോ പൊതുവായ സാമൂഹ്യ കാര്യങ്ങളെക്കുറിച്ചോ അഭിപ്രായം ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ ഞാൻ പല ജനങ്ങളടുത്ത് തേടുമ്പോൾ ആരും തന്നെ ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകാതെ അവർ ഒഴിഞ്ഞു മാറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീടാണ് സമൂഹത്തിലെ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കത്തില്ല. ഒരു കാര്യത്തിൽ നമ്മുടെ സ്വന്തം കാര്യം മാത്രമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇദ്ദേഹം മറ്റ് പൊതുവായ എന്തെങ്കിലും താല്പര്യമായിട്ട് താങ്കൾ ഇടപെടാറുണ്ടോ ഈ ക്ഷേത്രമല്ലാതെ? അല്ല, അതിനു മുൻപ് എനിക്ക് താങ്കൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി ഇവിടെ പറയേണ്ടതുണ്ട്. കാരണം ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. പക്ഷേ ഞാൻ ആരെയും ഹിന്ദു, ക്രിസ്ത്യാനി, മുസൽമാൻ എന്നുള്ള രീതിയിൽ കാണുന്നില്ല. ഞാൻ എല്ലാവരെയും മനുഷ്യനായിട്ടാണ് കാണാൻ ശ്രമിക്കുന്നത്. ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മതമില്ല. ഞാൻ ഒരു മനുഷ്യനായിട്ട് മാത്രമാണ്. താങ്കളുടെ മകളെ സ്കൂളിൽ ചേർത്തപ്പോൾ എന്താണ് അവിടെ ആ മതം എന്ന കാലത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എനിക്ക് 2 മക്കളാണ്. അപ്പോൾ 2 പേരെയും സ്കൂളിൽ ചേർത്തപ്പോൾ പോലും ഞാൻ മതം എന്ന കോളം ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ താങ്കളുടെ മാതാപിതാവ് ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിലും താങ്കൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ ജീവിക്കുന്നതുകൊണ്ട് ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് ഭാവിയിൽ വരുന്ന തലമുറകൾക്കും ഇത്തരത്തിൽ ശബ്ദ മലിനീകരണം കൊണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാതെ പ്രായമായവർക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള പൊതുചിന്തയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം ഈ ചെയ്ത പ്രവർത്തികൾ നാട്ടിലെ പലർക്കും വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര വർഷമാകും ഈ മൈക്ക് നമുക്കുള്ള സമൂഹത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇങ്ങനെ എത്തിയിട്ട്? ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഒരു 50 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ഒരു ആചാരത്തിൻ്റെ ഭാഗമായിരുന്നില്ല. 50 വർഷം മുൻപും ഇവിടെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മൈക്ക് കണ്ടുപിടിച്ചിട്ട് തന്നെ 100 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ, ലൗഡ് സ്പീക്കർ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഈ 50 വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള ഒരു സംഗതിയെ ആചാരം എന്നുള്ള പേരിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ സാധാരണ പൗരന്മാരുടെ ദേഹത്ത് കുതിര കയറാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനോട് ഇപ്പോഴത്തെ ഉത്സവ സ്ഥലങ്ങളിൽ DJ എന്നും പറഞ്ഞിട്ട് കുട്ടികൾ 15 വയസ്സും 22 വയസ്സിനും പ്രായമുള്ള കുട്ടികൾ ഈ വലിയ ബോക്സ് സൗണ്ടും എന്ന് വെച്ചാൽ കാത് പൊട്ടിപ്പോകുന്ന സൗണ്ടും അതേപോലെ കണ്ണ് പീസായി പോകുന്ന രീതിയിൽ ലൈറ്റ് പിന്നെ DJ സിസ്റ്റം വെച്ചിട്ടാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ വരുന്നത്. അത് താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? അല്ല, അതിന് എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇത് വാഹനങ്ങളിൽ ഒരു കാരണവശാലും മൂവിങ് വെഹിക്കിൾസിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല. ഈ വെഹിക്കിളിൽ അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് പെർമിഷൻ കിട്ടിയാൽ അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ടേ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് പെർമിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചെയ്യുന്നതെല്ലാം തന്നെ വയലേഷനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ അവബോധം ജനങ്ങളിൽ ഇല്ലാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹം പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ 50 കൊല്ലങ്ങൾക്ക് മുമ്പും ഇവിടെ 100 കൊല്ലങ്ങൾക്ക് മുമ്പും ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആചാരം തോറ്റംപാട്ട് കേൾക്കേണ്ടവർ അവർ ക്ഷേത്രത്തിൽ പോയി കേൾക്കണം. അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങൾ ആവേണ്ടവർ എന്തെങ്കിലും വിശ്വാസമുള്ളവർ ആ ക്ഷേത്രത്തിൽ പോയി തന്നെ കണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടത് ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകരുത്. ക്ഷേത്രത്തിലെ പാട്ടുകളും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ
കേരളത്തിലെ ഉത്സവങ്ങളും നാടകങ്ങളും ഗാനമേളകളും എല്ലാം വീട്ടിലിരിക്കുന്ന സമൂഹത്തിലെ മൊത്തം ജനങ്ങളെ കേൾപ്പിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം ഈ സമൂഹം ആരായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അത്തരത്തിലെടുക്കാതെ ഭക്തി ഉള്ളവരും ആചാരമുള്ളവരും അത് കാണേണ്ടവരും കേൾക്കേണ്ടവരും ക്ഷേത്രത്തിലും മസ്ജിദിലും ചെല്ലണം എന്നുള്ള ഒരു അഭിപ്രായത്തോടാണ് അദ്ദേഹം നിയമപരമായി പോരാട്ടം നടത്തി ഇവിടെ തൊട്ടടുത്ത ക്ഷേത്രങ്ങൾ ഉത്സവം നടത്തുമ്പോൾ അവർക്ക് മൈക്ക് സാങ്ഷൻ ഇതുവരെ കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ജനങ്ങൾ ഒരു പരിഭ്രാന്തിയോടും വയലൻ്റോടും ഒക്കെ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. പക്ഷേ അത് തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടായതുകൊണ്ടാണ് അവിടെ അത് ഒട്ടും അവർക്ക് ഇത് സാങ്ഷൻ കൊടുത്തിട്ടില്ല. നാളെയാണ് ഉത്സവം നടക്കുന്നത്. അതേ കണക്ക് ഇവിടെ തൊട്ടടുത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ തോറ്റംപാട്ട് നടത്താൻ പാട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കണക്ക് കിലോമീറ്ററുകൾക്ക് ദൂരെ മൈക്ക് വെച്ച് ഈ ജനങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്നില്ല. ഹിന്ദു സമൂഹത്തിലുള്ള ജനങ്ങൾ പണ്ട് തൊട്ടേ ഈ പ്രദേശത്ത് കേട്ട് വളർന്നുകൊണ്ട് അവർക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ആചരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒരു മനുഷ്യനായിട്ടും മക്കളെയും ഒരു മനുഷ്യനായിട്ടും വളർത്തുന്നു. അദ്ദേഹത്തിന് ജാതി മത ഭേദമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ക്രിസ്തീയ വിഭാഗത്തിലായാലും അയാളൊരു ഭയപ്പാടുമില്ലാതെ ഇവിടെ മറ്റ് ബന്ധുമിത്രാർത്ഥികൾ താങ്കൾക്ക് ഈ ഭാഗത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അല്ല, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിന് ഇന്ത്യൻ പാർലമെൻറ്റ് വെച്ചിട്ടുള്ള ശിക്ഷ 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ ഒരു കുറ്റത്തിന് ഇത്രയും വലിയ ശിക്ഷ വെച്ചേക്കുന്നതെന്ന് പലർക്കും തോന്നാം. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇതിൻ്റെ എന്താണ് പറയുക, ഇതിൻ്റെ ഭയാനകത അത്രമാത്രം ഉണ്ടെന്ന് വെച്ചാൽ വാഹനത്തിൽ തന്നെ അറിയാം. നമുക്ക് എയർ ഹോണുകളെല്ലാം ഇളക്കി മാറ്റണമെന്നുണ്ട്. വലിയ ശബ്ദത്തിൽ ഹോൺ അടിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ 5 വർഷം തടവും ഏതാണ്ട് 1 ലക്ഷം രൂപ പിഴയുമാണ് ഇത്തരത്തിൽ കുറ്റം ഈ സംവിധാനം ചെയ്താൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ. അതാണല്ലേ? അല്ല, അത് തന്നെ. അതിന് പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമാണ് ഇതിന് കേസെടുക്കുന്നത്. കാരണം പരിസ്ഥിതിക്ക് പോലും ദോഷകരമാണത്, മനുഷ്യനും മൃഗങ്ങൾക്കും. അതെ, ഞാൻ പറഞ്ഞതല്ല, ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അത് പഠിച്ചു. അദ്ദേഹം അത് നമ്മുടെ ഗൂഗിളിലെല്ലാം ഉണ്ട്. നമുക്കെല്ലാം സൈറ്റിൽ കയറി നോക്കിയാൽ കാണാം. അദ്ദേഹം അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് എടുത്ത് പഠിച്ചു. അത് കണക്ക് നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പലതും പഠിപ്പിക്കുന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. അത് ഇവിടുത്തെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളും നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ സാഹചര്യങ്ങളാണ്. ഇത് എല്ലാ ജനങ്ങൾക്കും അവബോധമാകട്ടെ. നിങ്ങൾ തീരുമാനിക്കുക. ഇദ്ദേഹം പറയുന്നതും ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമങ്ങളും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ? പക്ഷേ അദ്ദേഹത്തെ തിരക്കി നിരവധി ജനങ്ങൾ അദ്ദേഹത്തെ തിരക്കി വരാറുണ്ട്. ഇതെങ്ങനെയാണ് നിയമം എന്ന് പറഞ്ഞ് പലരും ചോദിച്ച് ഏതാണ്ട് 6-7ഓളം പേര് വന്ന് ഇതെവിടാണ് പരാതി കൊടുക്കേണ്ടത്, ഏത് കോടതിയിലാണ് പരാതി കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് നിയമങ്ങളെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ക്ഷേത്രത്തിലെ പരിപാടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് പോലും നിയമവിരുദ്ധമാണ്. കാരണം ഇതെല്ലാം കോളാമ്പി വെച്ചാണ് ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ കുറച്ച് കോളാമ്പികൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ചില സായിയായ മുസ്ലിം സമൂഹങ്ങൾ താമസിക്കുന്ന ആ പരിസരത്ത് കോളാമ്പി വെക്കുന്നുണ്ട്. അല്ല, കോളാമ്പി അല്ലെങ്കിൽ പോലും ഇത് പെർമിഷൻ ഇല്ലാതെ ഇത് ചെയ്യുന്നത് കുറ്റകരമാണ്. പക്ഷേ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള മസ്ജിദുകളിൽ ഇപ്പോഴും 5 നേരം കോളാമ്പി വെക്കുന്ന ചില പ്രദേശങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ പോലും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ പള്ളികളിൽ തന്നെ പുലർച്ചെ വിളിക്കുന്ന ബാങ്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല, നിയമവിരുദ്ധമാണ്.